ഇക്ക ഇക്ക റംല ആകെ വിയർത്തോടി കിതച്ചാണ് ആ വീട്ടിലേക്ക് എത്തിയത്. കാര്യം പറയാതെയുള്ള ആ വരവിൽ സിദ്ദിഖിന് എന്തോ പന്തികേട് മണക്കാതിരുന്നില്ല. രാവിലെ തന്നെ പറമ്പ് മുഴുവൻ നിരീക്ഷിക്കാൻ ഇറങ്ങിയ റംലത്തിന്റെ മുഖമാകെ വിളറി വെളുത്തിട്ടുമുണ്ട്. വിറക് വെട്ടി നിന്ന സിദ്ദിഖ് ഉടനെ തന്നെ കാര്യമറിയാൻ ആ വിറക് കഷ്ണം അവിടെ ഇട്ട ശേഷം റംലക്കരികിലേക്ക് ചെന്നു. എന്താ കാര്യം? ഇക്ക, നിങ്ങൾ അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കിയേ, അവിടെ ആരോ ഉണ്ട്. ആ കഥക് ആരോ അകത്തുനിന്ന് പൂട്ടിയേക്കുന്ന. ഞാൻ കൊറേ തട്ടി വിളിച്ചിട്ട് കഥക് തുറക്കണില്ല. അവിടെ ആരോ ഉണ്ട്, ഉറപ്പാ. റംലയുടെ സംസാരത്തിൽ വല്ലാത്തൊരു ആശങ്ക നിഴലിച്ചു നിന്നിരുന്നു. റജിയും മക്കളും അവിടെ ഇല്ലല്ലോ. ലിസിയാണെങ്കിൽ കുറച്ചു ദിവസമായി പോയിട്ട് പിന്നെ വന്നതായി അറിഞ്ഞതുമില്ല. ഈ സമയത്ത് ആ വീട്ടിൽ മറ്റാര് വരാനാണ്? എങ്കിൽ പിന്നെ കള്ളന്മാർ തന്നെ. സിദ്ദിഖ് തന്റെ പറമ്പിലെ വാടകയ്ക്ക് കൊടുത്ത ആ ഓടിട്ട വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. റംല പറഞ്ഞത് ശരിയാണ്, വീട് അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. വാതിലിൽ മുട്ടിയിട്ടും തട്ടി വിളിച്ചിട്ടും ആരുടെയും അനക്കമൊന്നും കേൾക്കുന്നില്ല. റജിക്കും കുടുംബത്തിനും എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തങ്ങൾ ആരും അറിയാതെ മറ്റാരോ ആ വീടിനുള്ളിൽ കയറി കൂടിയിരിക്കുന്നു. സിദ്ദിഖ് മനസ്സിലുറപ്പിച്ചു. റബ്ബർ തോട്ടത്തിന് നടുവിലെ ആ വാടക വീടിനുള്ളിൽ അവരെ കാത്തിരിക്കുന്നതെന്താണ്? അവിടെ താമസിച്ചിരുന്ന റജിക്കും കുടുംബത്തിനും എന്താണ് സംഭവിച്ചത്? മുഴുവൻ കഥയും AI ദൃശ്യമികവിൽ കണ്ടറിയാം റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.